ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഞാൻ ലോട്ടസ് നടുന്ന രീതിയാണേ. ഇതുപോലെ ഉള്ള ഒരു പാത്രത്തിൽ ആദ്യം ഒരു പിടി എല്ലുപൊടി. ഞാൻ നടുമ്പോഴേ ഒത്തിരി എല്ലുപൊടി ഉപയോഗിക്കാറില്ല. അതിൻ്റെ കോയിൻ ലീവ്സും ഫ്ലോട്ടിംഗ് ലീവ്സും ഒക്കെ വന്നതിന് ശേഷം കിഴി കെട്ടി വയ്ക്കാറാണ് പതിവ്. എല്ലുപൊടിക്ക് മുകളിലായിട്ട് നമുക്കിതുപോലെ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി ഒരു 3 പിടി ഇട്ട് കൊടുക്കാം. പച്ചച്ചാണകം ഉപയോഗിക്കല്, ചിഞ്ഞു പോവും. നന്നായി ഉണങ്ങിയ ചാണകപ്പൊടിയുടെ മുകളിലേക്ക് ഇതുപോലെ കല്ലും കട്ടയൊന്നും ഇല്ലാത്ത നമ്മുടെ തൊടിയിലെ സാധാ മണ്ണ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ആ മണ്ണ് അല്പം ചെളിയാക്കിയിട്ട് നട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണേലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ട്യൂബർ ഒരു സൈഡിലായിട്ട് അതിൻ്റെ മെയിൻ ഗ്രോത്ത് ടിപ്പ് മുകളിൽ വരത്തക്ക രീതിയിൽ, മണ്ണിന് മുകളിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ട്യൂബർ പൊങ്ങിപ്പോരും. അതിന് ഞാനിങ്ങനെ ഒരു ചെറിയ കഷ്ണം കല്ല് വെക്കാറുണ്ട്. അതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കലങ്ങി പോരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു കവറോ എന്തെങ്കിലും വെച്ചിട്ട് ഹോസിനകത്ത് വെള്ളം നിറച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലോട്ടിംഗ് ലീവ്സും ഒക്കെ വന്നതിന് ശേഷം ഞാൻ വളങ്ങൾ വെച്ച് കൊടുക്കാറുണ്ട്. NPK വയ്ക്കും, ചാണകപ്പൊടി, എല്ലുപൊടി, ഇതൊക്കെ കിഴി കെട്ടിയാണ് കേട്ടോ വെക്കുന്നത്. എല്ലാം അങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ആ വെള്ളം ഫുള്ള് ഞാൻ ഓവർഫ്ലോ ചെയ്ത് കളയേ. കണ്ടോ, ഒത്തിരി കരട് കണ്ടോ? ആ മണ്ണിനകത്തുള്ള കരടെല്ലാം മുകളിലായിട്ട് ഇങ്ങനെ അടിഞ്ഞു വന്ന് കിടക്കും. അതെല്ലാം ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ പായൽ പിന്നെ ഗപ്പീനെയൊക്കെ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാൻ നടുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണാം.